ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്ക് ചതുശതം ഉണ്ടാക്കാട്ടുള്ളൂ. ഇതൊരു പഴയ കാല പായസമാണ്. ഇതിന് ചതചതയെന്നും സതസതയെന്നും ഒക്കെ പേരുണ്ട് കേട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതാ ഒരു കപ്പ് ഉണങ്ങലരി എടുക്കണം. ഇത് നന്നായി കഴുകിയിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിക്കാം. പണ്ടാണെങ്കിൽ അത് ഉരുളിയിലിട്ടൊക്കെ വേവിക്കണം. ഇപ്പോൾ എല്ലാം ഈസിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇത് നന്നായി കഴുകി കുക്കറിലിട്ട് വേവിക്കാട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് ഞാൻ മുൻപിലേക്ക് പറഞ്ഞു തരാട്ടുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരും ഉണ്ടാക്കാറുള്ളവരും എന്തായാലും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടുള്ളൂ ഇതിൻ്റെ കഥയും. അപ്പോൾ ഒരു തേങ്ങയുടെ പാല് നമുക്ക് വേണം. അപ്പോൾ ഒരു തേങ്ങ ചിരവിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 പാലെടുക്കണം. ഇത് ഒന്നാമത്തെ പാലാണ് കേട്ടുള്ളൂ. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാലും കൂടി എടുക്കാം. അപ്പോൾ മൂന്നാമത്തെ പാല് കുറച്ച് നല്ല വെള്ളം പോലെ എടുത്തോളൂ. നമുക്ക് അരി അതിലൊന്നും കൂടി വേവിക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ പാലാണ് കേട്ടുള്ളൂ. ഇനി നമ്മൾ എടുക്കുന്നത് ഇത് മൂന്നാമത്തെ പാലാണ്. ഇത് കുറച്ച് നല്ലോണം ലൂസാക്കിയിട്ടാണ് കേട്ടുള്ളൂ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ട് വെള്ളം പോലെ എടുത്തോളൂ. ഇനി ഞാൻ ഇത്ര ശർക്കരയാണ് കേട്ടോ എടുക്കുന്നത്. ഈ വെള്ളം നമുക്ക് ഒരു ചീഞ്ചട്ടിയിലിട്ടിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. ഉരുക്കൊന്നും വേണ്ട. ഇത് അലിയാനുള്ള വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അലിയിച്ചിട്ട് അതിൻ്റെ കട്ടും കരടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളഞ്ഞെടുക്കാട്ടുള്ളൂ. പിന്നെ ഇതിന് അമ്പലത്തിൽ കദളിപ്പഴമാണ് എടുക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ കദളിപ്പഴം ഇല്ല. അപ്പോൾ ഞാനിവിടെ റോബസ്റ്റയാണ് കേട്ടോ. ഒരു റോബസ്റ്റയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്കായ. ഇത് അമ്പലത്തിൽ ഏലക്കായ ഒന്നും ഇടില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കണ കാരണം ഇടണതാണ് കേട്ടോ. 2 ഏലക്കായ എടുത്തു. ഇത് 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാണ്. പിന്നെ നമ്മൾ എടുത്ത 2 ഏലക്ക കൂടി ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കദളിപ്പഴമാണെങ്കിൽ അതെടുത്തോളൂ. ഇതിപ്പോൾ ഞാൻ റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ അതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് വട്ടത്തിൽ. പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ്, ചെറിയ 2 സ്പൂൺ നെയ്യ് ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ അരി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കിത് ഈ അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 3-ാമത് എടുത്ത് വെച്ചിട്ടുള്ള പാലില്ലേ, തേങ്ങാപ്പാൽ, അത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ പറയുന്നില്ലേ ഇതിൻ്റെ പേരെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ചതു എന്ന് പറഞ്ഞാൽ 4, ശതം എന്ന് പറഞ്ഞാൽ 100 അല്ലേ. അപ്പോൾ നെയ്യ് കൂടാതെ ബാക്കി 4 സാധനങ്ങളും 100 എന്നുള്ള അളവിൽ അമ്പലങ്ങളിൽ എടുക്കുക. 100 അല്ലെങ്കിൽ 101 കേട്ടോ. 101 നാഴി അരി, 101 ഫലം ശർക്കര, 101 തേങ്ങ നാളികേരം, 101 കദളിപ്പഴം. അങ്ങനെയാണ് ഇതിന് 4 100. 101 എടുക്കുക വെച്ചാൽ 404. ഈ പായസം ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം, ഒരു സമാധാനമൊക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ. നല്ലൊരു മണമാണ് അടുക്കളയിലൊക്കെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് കുഴഞ്ഞോട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് ഈ ശർക്കരയും കുറച്ച് ചതച്ച് വെച്ച ഏലക്കയും കൂടി ചേർത്തി കൊടുക്കാട്ടുള്ളൂ. നമുക്കതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് നുറുക്കി വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്തി കൊടുക്കാട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇതിൽ കടന്നും തിളക്കട്ടെ. ഈ പഴമൊക്കെ നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞു പോകും. നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെയൊന്നും കിട്ടില്ല കേട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ അമ്പലങ്ങളിലും ഈ പ്രസാദം കിട്ടും. ചിലതിൽ തേങ്ങ നെയ്യിൽ വറുത്ത് കൊട്ടിയിട്ട് കിട്ടും. ചിലതിൽ വെറും പച്ചത്തേങ്ങ മേലെ ചിരവി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വറുത്ത് കൊട്ടണില്ല. ആ ഒരു തേങ്ങ ചിരവി ഇട്ടതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അത് എങ്ങനെ വറുത്തിടണോ അല്ലെങ്കിൽ വെറുതെ മേലെ വെതറണോ എന്നൊക്കെ. അപ്പോൾ ഇനി കുറച്ചുകൂടി പണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ 2 സ്പൂൺ നെയ്യ് ഇതിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്ര നെയ്യേ ഇതിലാകെ ഉപയോഗിക്കുന്നുള്ളൂ. ഭഗവതിയുടെ അമ്പലത്തിലാണ് പൊതുവേ ഈ വഴിപാട് ഷീട്ടാക്കാട്ടുള്ളൂ. അപ്പോൾ നമ്മളിതൊക്കെ പണ്ട് വഴിപാട് ഷീട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കും പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. മറ്റുള്ള പായസം പോലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ തലയ്ക്കും അടികൊണ്ട പോലെ, തലയ്ക്ക് മത്ത് പിടിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല. കുറച്ചല്ലേ നെയ്യൊക്കെ ഉപയോഗിക്കണുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. സിമ്പിളായിട്ടുള്ള പായസമാണ്. നല്ല രസമാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടുള്ളൂ. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഉരുളിയുടെ ചൂടുള്ള കാരണമാണ് ഇങ്ങനെ തിള പൊട്ടണത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാ എപ്പോഴും ഇങ്ങനെ നല്ലതാണെന്ന് പറയണത്. നല്ലതായതുകൊണ്ടാണ് കേട്ടോ നല്ലതാണെന്ന് പറയണത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ പായസം ഇനി ഒരു കുഞ്ഞു പണി കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഏകദേശം അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാറായി കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ പായസമാണിത്. ചതുശതം സതസതയം ചതചതയം ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നും കൂടി ഇതിൻ്റെ പേരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഏത് പേരിലാണ് പറയുക, നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പണി ബാക്കിയുണ്ടെന്ന് ഇതാണ്. നമ്മുടെ തേങ്ങ കൊത്തോ അല്ലെങ്കിൽ നാളികേരം ചിരവിയതോ അതുപോലെ നല്ലോണം ഒരു കൈപ്പിടി നിറച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെങ്ങനെ വെതറിക്കോളൂ കേട്ടുള്ളൂ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ പായസം കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഇതിൽ 2 തെച്ചിപ്പൂവോ തുളസിപ്പൂവോ കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റും ഫീലും കിട്ടുള്ളൂ. അപ്പോൾ ഈ തെച്ചിപ്പൂവും തുളസിയിലയും വെക്കണം എന്നൊന്നുമില്ല.
നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു കപ്പിലെടുത്തിട്ട് ഇതൊന്ന് കഴിച്ചും കൂടി നോക്കാം. നല്ല രസമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഈ വിഷുവിന് ഈ അടിപൊളി എളുപ്പമുള്ള ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. വെറും 4 സാധനമേ നമുക്കിതിന് ആവശ്യമുള്ളൂ, പിന്നെ കുറച്ച് നെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.